പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് രജനി. ഞാൻ ചെങ്ങന്നൂർ എന്നാണ് വരുന്നത്. എൻ്റെ മൂത്ത മോളാണ്, മൂത്ത മോളുടെ കുഞ്ഞാണ്. എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിചാരിക്കും കുഞ്ഞുങ്ങളില്ല. അങ്ങനെയല്ല, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട്, മാതാവ് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാനിതിനെ കരുതുന്നു. കാര്യം 9 വർഷമായിട്ട് 1 വർഷം വരെ നോർമലി പോയി, 2ാമത്തെ വർഷം മുതൽ ഒരു കുഞ്ഞില്ല എന്നുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ചെയ്തു. അത് ഇത് ചെയ്താൽ എല്ലാവരും പറയുന്ന പോലെ പല ഡോക്ടർമാരെയും കണ്ടു. ഒടുവിൽ ഡോക്ടർ പറഞ്ഞു IVF ചെയ്യണമെന്ന്, IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും അതിനു മുമ്പ് കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം ചെയ്തു. 2 പേർക്കും പ്രശ്നമായിരുന്നു. മരുമോന് കൗണ്ട് കുറവും ഇവർക്ക് PCOD പ്രശ്നം. അങ്ങനെ എല്ലാമായിട്ടും ഇനിയും മറ്റൊരു മാർഗ്ഗമില്ല, IVF ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് അത്രയും ചെയ്യാനുള്ള ഒരു സാഹചര്യമോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവിൻ്റെ പത്രം, എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് തന്നത്. പത്രം തന്നിട്ട് എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ അടുക്കൽ ചെന്ന് രജനി കണ്ണുനീരോടെ പറഞ്ഞാൽ 100% മാതാവ് കൈക്കൊള്ളുമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വാസത്തോടെ അടുത്ത ദിവസം തന്നെ കുഞ്ഞുങ്ങളെ വിളിച്ച് പറഞ്ഞ് ആലപ്പുഴയിൽ നമുക്ക് കൃപാസന മാതാവിനെ കാണാൻ പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കണം, മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ 3 പേരുടെ ഈ പുണ്യഭൂമിയിൽ വന്നപ്പോൾ ഇതേപോലെ ഇതിലും എനിക്ക് തിരക്കായിരുന്നു തോന്നുന്നു. കൗണ്ടറിൽ പോയി ടോക്കൺ എടുത്തപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5-5:30 ആയപ്പോൾ ഇവിടെ വന്നു. എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞാൽ 400-ന് മേളിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും മുമ്പ് ഇവിടെ ആൾക്കാർ വന്നോ. അതിനുശേഷം 7 മണിയുടെ ക്ലാസ്സിന് ഞാൻ മുകളിൽ കയറി. അപ്പോൾ അതിന് 38 നമ്പർ. ഞാൻ ചോദിച്ചു നിങ്ങളെപ്പോൾ വന്നു? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ രാത്രിയിലേ ഇവിടെ വന്നു. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്നും ഇടുക്കിയിൽ നിന്നൊക്കെ വരുന്നവരാ. ഒരു വണ്ടി നിറച്ച് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുള്ളവരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 7 മണിയായപ്പോൾ തന്നെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ടോക്കൺ കയ്യിലുള്ളവർ മാത്രം ഇരുന്നാൽ മതി, ബാക്കിയുള്ളവർ ഹാളിലേക്ക് പോകാൻ പറഞ്ഞു, അച്ഛൻ്റെ പ്രാർത്ഥന കൂടാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരുമുണ്ട്. ഇവൾ സൗദി ജോലി നേഴ്സാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി പുതുക്കണമെങ്കിൽ ഞാൻ തന്നെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇരുന്നു. മോള് ഹാളിലോട്ടും വന്നു. ആ അവസരത്തിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഹാളിലോട്ട് പോയിട്ട് ഫോം തന്നു. ഇത് ഫില്ല് ചെയ്യണം, നിയോഗങ്ങൾ എഴുതാനായിട്ട് ഫോം തന്നു. അപ്പം ഞാൻ ആകെ അമ്പരുന്നു. കാര്യം എനിക്ക് എഴുതണമെങ്കിലും വായിക്കണമെങ്കിലും കണ്ണാടി വേണം. ഞാൻ പോകുന്ന തിരക്ക് കണ്ണാടി എടുത്തില്ല. അപ്പം ഞാൻ വിഷമിച്ചു. അപ്പോൾ അവിടെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, മോള് താഴെയുണ്ട്, മോളെ കൂടെ വിളിക്കട്ടെ ചോദിച്ചു. അപ്പം പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു. ഇവളെ ഞാൻ ഫോണിൽ വിളിച്ചപ്പം പറഞ്ഞു, അമ്മേ മേലോട്ട് കയറി വരാൻ പറ്റത്തില്ല, കോവണിയുടെ അവിടെ ലോക്കായേക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവേ എന്നെ പ്രതിസന്ധിയിലാക്കരുത്, ഞാൻ നിന്നെ വിശ്വസിച്ച് ഞാനിവിടെ വന്നതാണ്, നീ തന്നെ എനിക്ക് വഴി തെളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോം വാങ്ങിച്ചു. ഒരക്ഷരം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞാനൊരു അംഗൻവാടിയിലെ ടീച്ചറാണ്. കണ്ണാടി ഇല്ലാതെ എനിക്കൊന്നും പറ്റത്തില്ല. ആൾക്കാരെ പോലും ഒരു പുക പോലെ കാണത്തുള്ളൂ. അത്ഭുതം, മാതാവ് അപ്പം തന്നെ എൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടു. എനിക്ക് ആ ഫോം വായിക്കാനും അത് നിയോഗങ്ങൾ എഴുതാനും എനിക്ക് പറ്റി. അപ്പം തന്നെ ഞാൻ മാതാവിന് 100 കോടി നന്ദി അപ്പം തന്നെ ഞാൻ പറഞ്ഞു. അവിടുന്ന് തിരിച്ച് താഴെ വന്നു. ക്ലാസ് കഴിഞ്ഞ് താഴെ വന്നു. കൗണ്ടറിൽ നിന്ന് നേർച്ച സാധനങ്ങളുമൊക്കെ വാങ്ങിച്ച് വന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത്, നേർച്ച സാധനങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ മാത്രം ഉപയോഗിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് കുഞ്ഞിനത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും ഞാൻ തന്നെ പുസ്തകത്തിൽ നോക്കി എല്ലാ പ്രാർത്ഥനയും പഠിച്ചു. സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ മറിയവും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ഞാൻ പഠിച്ചു. കാണാതാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ നെറ്റിക്ക് തന്നെ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞിൻ്റെ വയറയിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഇവൾ തിരിച്ചു പോകുമ്പോൾ എനിക്ക് കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ. അടുത്ത ദിവസം തന്നെ ഇവിടെ ഹസ്ബൻഡും കൂടെ വന്ന് അവരും ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന നേർച്ച സാധനങ്ങളുമായിട്ടാണ് തിരിച്ച് സൗദിയിലേക്ക് പോയത്. ജൂലൈ 12 എടുത്തത്. അമ്മ ഓരോ കാര്യം ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ
എൻ്റെ മോൾക്ക് ഒരിക്കലും പീരീഡ് കൃത്യസമയത്ത് വന്നിട്ടില്ല. ആ ജൂലൈ 20 വരേണ്ട പീരീഡാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം 13 അവൾക്ക് മെൻസസ്സായി. അത് തന്നെ ഒരു വലിയ മാറ്റമായിട്ട് ഞാൻ കരുതി. എങ്കിലും അവൾക്ക് 1 തിരിച്ചു പോകണമായിരുന്നു. അവൾ തിരിച്ച് കയറിപ്പോയി. ഓഗസ്റ്റ് 14 രാത്രി 1:30 ആയപ്പം എന്നെ വിളിച്ചു. എൻ്റെ മോൾ നല്ല ഉറക്കത്തിൽ 1:30 ഒരു ഫോൺ കോൾ വരുമ്പോൾ ആകെ നമുക്ക് ടെൻഷനാണ്. ഞാൻ എന്താ മോനെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. അപ്പം പറഞ്ഞു, അമ്മേ വിഷമിക്കാനല്ല, സന്തോഷമുള്ള കാര്യം പറയാനാണ്. മാതാവ് നമ്മളെ അനുഗ്രഹിച്ചു അമ്മേ. ഇങ്ങനെ എൻ്റെ മോൻ എന്നോട് പറഞ്ഞത്. എനിക്ക് കരയണമോ എന്തുവാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ദേഹത്ത് കുളിര് കയറിയിട്ട് എനിക്ക് വയ്യ. ഞാൻ അപ്പം തന്നെ മാതാവിൻ്റെ പച്ചത്തിരി എടുത്ത് ഞാൻ കത്തിച്ചു. നേരം വെളുക്കോളം ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെയും നേരം വെളുക്കണം, എനിക്കിവിടെ വരണം, ഈ പുണ്യഭൂമി വരണം, വന്ന് എൻ്റെ മാതാവിനെ കാണണം. അങ്ങനെ ഞാൻ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. രാവിലെ 5:30 ഞങ്ങളുടെ അവിടെ നിന്നൊരു വണ്ടിയുണ്ട്, അമൃത, അതിന് കയറി ഞാൻ ഇവിടെ വന്ന് എൻ്റെ കൊതി തീരുവോളം ഞാൻ മാതാവിനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സിസ്റ്ററിൻ്റെ അടുക്കൽ ചെന്നു. സിസ്റ്ററെ, എനിക്കിങ്ങനെ അനുഗ്രഹം മാതാവ് തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞുമായിട്ട് ഇവിടെ എനിക്ക് അപ്പം തന്നെ സാക്ഷ്യം പറയണം. അപ്പം പറഞ്ഞു, അങ്ങനല്ല, കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് മോളുമായിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ കുഞ്ഞ് അന്യ നാട്ടിൽ കിടക്കുന്ന ആരുണ്ട്? ഞാൻ പറഞ്ഞു, മാതാവേ, ഇവിടെ തന്നെ വെച്ച് പറഞ്ഞു, മാതാവേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ അവിടത്തേക്ക് ഏൽപ്പിച്ചേക്കുന്നു, അവിടെ അമ്മ തന്നെ കാക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമില്ല. എപ്പോഴും ഞാൻ വിളിക്കുമ്പം പറയാം, അമ്മേ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഇല്ല, ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്നും മാതാവിനോട് വെളുപ്പിനെയും സന്ധ്യയ്ക്കും ഞാൻ പ്രാർത്ഥിക്കും, നടക്കുന്ന നടവിലും എല്ലാം പ്രാർത്ഥിക്കും. പിന്നെ 9 വർഷമായിട്ട് എൻ്റെ കുഞ്ഞിനിങ്ങനെ വിശേഷം ഉണ്ടായെന്ന് പറയുമ്പം ഞാൻ ആരോട് പറഞ്ഞാലും മാതാവ് തന്നു, മാതാവിൻ്റെ ഈ പുണ്യഭൂമിയെക്കുറിച്ചും പറഞ്ഞ് ഞാനത് സാക്ഷ്യപ്പെടുത്താറുള്ളൂ, ആരോടാണേലും സന്തോഷമായിട്ട്. അങ്ങനെ എല്ലാവരോടും ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ഗ്രൂപ്പിൽ ഒക്കെ ഞാൻ മെസ്സേജ് ഇട്ടു. അങ്ങനെ എല്ലാവരെയും എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതത്തിൻ്റെ പുണ്യം ഞാൻ അറിയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മോൾക്ക് 8 മാസമായപ്പം വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കുഞ്ഞ് പ്ലാസൻ്റ താഴെയാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, പ്ലാസൻ്റ താഴെ ആയതുകൊണ്ട് നോർമൽ ഡെലിവറി നടക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. ഏറ്റവും അവശതമായ ഒരു കണ്ടീഷനിലാണ് സാധാരണ കോട്ടയത്തേക്ക് റെഫർ ചെയ്യുന്നത്. ഞാൻ അപ്പോഴും വിഷമിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവേ, കുഞ്ഞുങ്ങളെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ 8 മാസമായി. ചെന്നപ്പോഴത്തേക്ക് ഡോക്ടറെല്ലാം ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞ് റിസ്ക്കാണ്, ഏത് സമയവും ബ്ലീഡിങ് ഉണ്ടാകാം, അതുകൊണ്ട് റിസ്ക് ആണെന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ മാതാവ് തന്ന കുഞ്ഞാണിത്, മാതാവ് ഞങ്ങളെ കൈക്കൊള്ളുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നേർച്ച വസ്തുക്കളും എപ്പോഴും ഞാൻ കുഞ്ഞിന് വേണ്ടി ഇട്ട് പ്രാർത്ഥിച്ച്, തൈലം തോത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പം 3ാമത്തെ ചെക്കപ്പിന് ചെന്നപ്പം പറഞ്ഞു, ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, പൂർത്തിയാകുന്നിടം വരെ പറ്റത്തില്ല, നമുക്ക് 39-40 ആഴ്ചയിലാണ് കുഞ്ഞിന് പൂർണ്ണ വളർച്ച, 37ാമത്തെ ആഴ്ചയെ സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. 3 പേരുടെ ബ്ലഡ് വേണം, കമ്പൽസറി, അത് ഉറപ്പായിട്ടും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 ദിവസത്തിന് മുമ്പേ 3 പേരെ കൊണ്ടുപോയി ബ്ലഡ് ബാങ്കിൽ ബ്ലഡൊക്കെ കൊടുത്തു. 31-ാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 1-ാം തീയതി ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, സാഹചര്യം കിട്ടുവാണെങ്കിൽ ചെയ്യാം എന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് കൈക്കൊള്ളണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു, വൈകുന്നേരത്ത് 10 മണിക്ക് ശേഷം ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കൊടുത്തില്ല. രാവിലെ സിസ്റ്റർ വന്ന് ട്രിപ്പ് ഇട്ട് കുഞ്ഞിനെ അവിടെ കിടത്തി. 12:30 ആയപ്പോൾ, അപ്പം വീട്ടിൽ നിന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഡോക്ടർ പറയുന്നില്ല സിസേറിയൻ ചെയ്യുമെന്ന്, ആരോടും പറഞ്ഞിട്ടില്ല, ഞാനും എൻ്റെ മരുമോനും മാത്രമുണ്ട്. അപ്പോൾ 12:30 ആയപ്പോൾ സിസ്റ്റർ വന്നേച്ച് പറഞ്ഞു, ആതിരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാം, എളുപ്പം റെഡി ആയിക്കോളാൻ പറഞ്ഞു. മാതാവിൻ്റെ ബുക്കും കാശ് രൂപവും മാത്രം എൻ്റെ കയ്യിലുണ്ട്. അതിങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിനെ വയറ്റത്തും പ്രാർത്ഥിച്ചു. അവളും തൈലം തേച്ച് പോയി. 12:30 കയറ്റി 1:10 കുഞ്ഞുവാവെ കൈ കൊണ്ട് തന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, ബ്ലഡ് ഒന്നും ചോദിച്ചില്ലല്ലോ അവർ. പിന്നെ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചപ്പം പറഞ്ഞു, നോർമൽ ഡെലിവറിയെക്കാട്ടി നന്നായിട്ടിരിക്കുന്നു ആതിരയെന്ന് പറഞ്ഞു. സാധാരണ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇറക്കുന്ന കുഞ്ഞിനെ 3 മണിക്കൂറായപ്പോൾ വാർഡി വിട്ടു. ഇതെല്ലാം സിസ്റ്ററും പറയുന്നു, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വിട്ടു.
5-ാമത്തെ മണിക്കൂറിൽ അവളെ എഴുന്നേൽപ്പിച്ച് നടത്തി യൂറിൻ ബാഗൊക്കെ മാറ്റി, എല്ലാം മാറ്റി. എനിക്കും അതിശയം. അവൾ തന്നെ എഴുന്നേറ്റ് നിന്നു. 3-4 ദിവസമായി സിസേറിയൻ ചെയ്ത് കിടക്കുന്നവർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കാലിങ്ങനെ അനക്കിക്കൊണ്ട് പോന്നു. ഞാൻ അതൊക്കെ വളരെ അതിശയത്തോടെ മാതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിൻ്റെ ഡോക്ടറെല്ലാം നോക്കി. അപ്പോൾ ഓരോരുത്തരും കുഞ്ഞിന് മഞ്ഞ നിറമുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ICU വിട്ടേക്കുന്നു. അപ്പം 3-ാമത്തെ ദിവസം രാവിലെ ഗൈനക്കോളേജിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ആതിരയ്ക്ക് ഞങ്ങൾ ഡിസ്ചാർജ് തരുക, കുഞ്ഞുങ്ങളുടെ ഡോക്ടർ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. 12 മണിയായപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡോക്ടർ വന്നു. ഞാൻ പറഞ്ഞു, ഗൈനക്കിലെ ഡോക്ടർ ഇന്ന പോലെ പറഞ്ഞു ഡോക്ടറെ. നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഡിസ്ചാർജ് തന്നേക്കാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് എഴുതി തന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു സിസേറിയൻ കേസ് 4-ാമത്തെ ദിവസം പോകുന്നത്, ഡിസ്ചാർജായി പോകുന്നത്. കാര്യം അതുപോലെ അത്യന്ത കേസുകളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അങ്ങനെ വന്ന് അന്ന് മുതൽ ഇന്ന് വരെയും 2 പേർക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ മാതാവ് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന കുഞ്ഞാണിത്. ഈശോയും മാതാവും കൂടെ അനുഗ്രഹിച്ച് തന്ന ഞങ്ങളുടെ കുഞ്ഞിനെ മാതാവിനും ഈശോയ്ക്കും തിരുക്കുമാരനും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കേൾക്കും. രാവിലെ 5:30 പ്രാർത്ഥനയും വൈകിട്ടും പ്രാർത്ഥിക്കും. പത്രം വാങ്ങിച്ച്, ഞാൻ പറഞ്ഞല്ലോ അംഗൻവാടി ടീച്ചറാണെന്ന്, എൻ്റെ ഏരിയയിലെ എല്ലാ ആൾക്കാരെയും എനിക്കറിയാം. അപ്പം ഈ പത്രം ആർക്കൊക്കെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ട് എൻ്റെ അനുഭവം പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം പ്രാർത്ഥിച്ച് ഞാൻ ആ പത്രം അവർക്ക് കൊടുക്കും. അങ്ങനെ കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർക്ക് കുറച്ച് കാര്യങ്ങളുമൊക്കെ മാതാവ് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന എൻ്റെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലും ഒക്കെ കൊടുക്കും പ്രത്യക്ഷീകരണമായിട്ട്. കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഏരിയയിൽ തന്നെ എൻ്റെ അടുത്ത വീട്ടിലുമൊക്കെ അവർക്ക് എന്താണ് ആവശ്യം, അവർക്ക് ഭക്ഷണമാണെങ്കിൽ അത് കൊടുക്കും, അവർക്ക് കുളിപ്പിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യും, വസ്ത്രം വേണമെങ്കിൽ അത് കൊടുക്കും, മരുന്നാണെങ്കിൽ അത് കൊടുക്കും. വേദനയൊക്കെ ഉണ്ടെന്ന് പറയുമ്പം എൻ്റെ നേർച്ച വസ്തുക്കൾ കൊണ്ട് പുരട്ടി അവർക്ക് ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കണമെന്ന് മാതാവിനോട് ഞാൻ പറയാറുണ്ട്, തിരുക്കുമാരനോടും പറയാറുണ്ട്. അതൊക്കെ ചെയ്യും. അനാഥാലയത്തിൽ ഞാൻ പോകും. അവിടെ അവർക്ക് എന്താ ആവശ്യമെന്ന് ഞാൻ ചോദിക്കും. വസ്ത്രമാണെങ്കിൽ വസ്ത്രം, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, അത് ഞാൻ കൊടുക്കും. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എനിക്ക് ഒരുപാട് സാമ്പത്തികമൊന്നുമില്ല, എങ്കിലും എൻ്റെ സാമ്പത്തികത്തിൽ നിന്ന് ഞാൻ ചെയ്യും. ഒരുപാട് പേര് പറയും ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ യൂണിഫോം എടുക്കണം, അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നതിൽ നിന്നൊരു വീതം ഞാൻ കൊടുക്കും. പൊതിച്ചോറ് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കും. വീടുകളിൽ ഭക്ഷണം ഇല്ലെന്നറിഞ്ഞാൽ അവർക്ക് ഞാൻ പൊതി കെട്ടി കൊടുക്കും. പിന്നെ ഏരിയയിൽ മരുന്ന് പോയി വാങ്ങിക്കാൻ കാല് വയ്യാത്തവരും ഒക്കെ ഉണ്ട്, അവർക്ക് ഞാൻ സമയം കണ്ടെത്തി ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ എല്ലാവരെയും സാമ്പത്തികമായിട്ട് സഹായിക്കും. എനിക്ക് അതുപോലെ ഞാനൊരു ഹിന്ദു വിശ്വാസിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആത്മീയമായിട്ട് എനിക്ക് തൊട്ടപ്പുറത്തൊരു അമ്മാമ്മയുണ്ട്. അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ എനിക്ക് ബൈബിള് ജപമാല ഇതൊക്കെ വേണം. അമ്മാമ്മ ഇവിടെ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ബൈബിള് തന്നു. ഞാനിപ്പോൾ ബൈബിള് വായിക്കാറുണ്ട്. ഇനി ജപമാലയും കൂടെ എനിക്ക് പഠിക്കണം, അതും എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ധ്യാനങ്ങൾ മിക്കവാറും ചൊവ്വാഴ്ചത്തെ എല്ലാ ധ്യാനവും ഞാൻ കൂടും. പിന്നെ പറ്റുന്ന അവസരത്തിലൊക്കെ ഞാനിവിടെ വരും. എനിക്ക് എൻ്റെ ജോലി സംബന്ധമായിട്ട് എപ്പോഴും വരാൻ പറ്റത്തില്ല, എന്നാലും മാസത്തിലൊക്കെ ഞാൻ വരും. പത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിൽ കൊടുക്കും. മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടും മാതാവ് മാറ്റിത്തരും, ഇവിടെ വന്ന അനുഗ്രഹം വാങ്ങിക്കൂ എന്ന് ഞാൻ പറയാറുണ്ട്. ഒരിക്കൽ കൂടി തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ആതിര. ഞാനും ഉടമ്പടി എടുത്തിരുന്നു. ആദ്യം അമ്മയാണ് ഉടമ്പടി എടുത്തത്. പിന്നെയാണ് അറിഞ്ഞത് ഉടമ്പടി എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ നേർച്ച വസ്തുക്കൾ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞാനും വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 9 വർഷമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നടക്കാത്ത കാര്യമാണ് ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത്. ഒരു പെൺകുഞ്ഞിനെയാണ് മാതാവ് നൽകി അനുഗ്രഹിച്ചത്. അത് മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയുടെയും മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഡോക്ടർ അവസാനമായിട്ട് IVF ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. അത് ചെയ്യാതെയാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയത്. IVF ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഉടമ്പടിയിൽ തന്നെ
ഉടമ്പടി പ്രാർത്ഥനയിൽ തന്നെ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളെന്നും മാതാവിനോടും യേശുവിനോടും കടപ്പെട്ടിരിക്കും. മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10:27 പറയുന്നത് പോലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. നമ്മൾ നിയോഗങ്ങളിൽ സമർപ്പിക്കുന്നത് നമുക്ക് അസാധ്യമായ കാര്യങ്ങളാണ്. ഇത് 9 വർഷം സാധ്യമല്ലാതിരുന്ന കാര്യമാണ്, അസാധ്യമായ കാര്യമാണ്. 1 മാസത്തിനുള്ളിൽ, അതായത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ, നമുക്കറിയാം പരിശുദ്ധ അമ്മ സമയത്തിന് മേൽ അധികാരമുള്ള ഒരമ്മയാണ് കൃപാസന അമ്മ. ഈ കൃപാസന അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, അമ്മയെ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാ വഴികളും തുറന്നു നോക്കി. വഴികളെല്ലാം ഇപ്പോൾ മുൻപോട്ടുള്ള ഒരു വഴി IVF മാത്രമാണെന്നാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ച കുഞ്ഞുമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൃപാസനം അമ്മയുടെ കുഞ്ഞാണെന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. കാരണം ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിലാണ് ഈ കുഞ്ഞിനെ കൺസീവ് ആകുന്നത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നമ്മുടെ കാത്തിരിപ്പുകൾക്കും വേദനകൾക്കും അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമുക്ക് ശരിയായ സമയത്ത് ആ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രജനിക്കും ആതിരയ്ക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, ഈ കുഞ്ഞിനെ കിട്ടിയ 9 വർഷം കഴിഞ്ഞ് കിട്ടിയ ഈ കുഞ്ഞിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.